അങ്ങനെ iOS 18.6 ഇപ്പോൾ ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എല്ലാ iOS 18 സപ്പോർട്ടിംഗ് ഡിവൈസിലും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം മാറ്റങ്ങളും അതോടൊപ്പം ബഗ് ഫിക്സസും അപ്ഡേഷൻസും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സോ ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജെബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം നമ്മുടെ മോഡേൺ ഫേംവെയർ അപ്ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേര് ചോദിച്ചായിരുന്നു എന്താണ് മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേറ്റ് എന്ന്. ഈ പറഞ്ഞ കണക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓരോ സിം കാരിയേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ പറഞ്ഞ മോഡേൺ ഫേംവെയർ ഹെൽപ്പ് ചെയ്യുന്നത്. ഓരോ അപ്ഡേഷനിലും മോഡേൺ ഫേംവെയർ അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റീവായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ആവാനും ബെറ്റർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സോഴ്സും അതോടൊപ്പം നമ്മുടെ ഫോണിൻ്റെ ബാക്കിയുള്ള കണക്റ്റീവായ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് മോഡേൺ ഫേംവെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് സൈറ്റ് ലോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ്രോയിഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കാര്യം. അതിന് തൊട്ട് മുമ്പ് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ പ്രോംപ്റ്റുകൾ ആപ്പിൾ കൊടുത്തായിരുന്നു. ഏകദേശം ഇതേപോലെ കുറച്ചധികം സ്റ്റെപ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ആപ്ലിക്കേഷൻ നമുക്ക് സൈഡ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ പ്രൊഫൈൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, നമ്മൾ സെറ്റിങ്സ് പോയി അക്സെപ്റ്റ് ചെയ്യണം. അന്നേരമാണ് നമ്മുടെ ഫേസ് ഐഡി വെച്ച് ഒതൻറ്റിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു iOS 18.6 വരുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഏകദേശം 4 സ്റ്റെപ്പിലേക്ക് കുറച്ചിട്ടുണ്ട്. ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് എടുക്കാം, ആപ്ലിക്കേഷൻ എടുക്കുക, ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക, ഫേസ് ഐ ഡി ഒതൻറ്റിക്കേറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് 4 സ്റ്റെപ്സിലേക്ക് കുറച്ചപ്പോഴത്തേക്ക് തന്നെ കുറേയധികം യൂസേഴ്സിന് അത് നല്ല ബെനിഫിറ്റാണ്. ഇത് EU മാത്രമാണ് ലഭിക്കുക. വേറെ ഒരു കൺട്രിയിലും നമുക്ക് സൈഡ് ലോഡിംഗ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. അടുത്തൊരു കാര്യം, പുതിയൊരു ഓപ്ഷൻ അല്ല, അതിന് പകരം വരാൻ പോകുന്ന ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ലീക്കാണ്. യെസ്, iOS 18.6 കോഡിങ്ങിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പുതുതായിട്ട് ഈ ഒരു കൊല്ലം സെപ്റ്റംബർ റിലീസ് ചെയ്യാൻ പോകുന്ന എയർടാക്സ് സെക്കൻഡ് ജനറേഷനിൽ ഒരു കോഡിങ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഓരോ കോഡിങ്ങിലും കുറേയധികം സ്ട്രക്ചേഴ്സ് നമുക്ക് മനസ്സിലാവും. ഈ സ്ട്രക്ചേഴ്സിലാണ് നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ, ബഗ് ഫിക്സുകൾ, ബഗ്ഗുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. സോ വരാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റും iOS 18.6 കോഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റി. ഇനി ഈ ഒരു അപ്ഡേഷനിൽ എനിക്ക് മേജറായിട്ട് 2 ബഗ്ഗുകളാണ് ഫീൽ ചെയ്യുന്നത്. ഒന്നാമത്തെ, നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ പറയുന്ന എൻ്റെ ഫോണിലേക്ക് ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഒരു കോൾ ചെയ്യുകയാണ്. ഈ ഒരു കോൾ വരുമ്പോൾ യൂഷ്വലി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഞാൻ അത് കട്ട് ചെയ്യുമ്പോൾ യൂഷ്വലി ഈ പറയുന്ന ലോക്ക് സ്ക്രീനിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പോപ്പപ്പ് കാണാൻ പറ്റും. ഇനി അങ്ങനെ കണ്ടില്ലെങ്കിലും നമുക്ക് ഫോൺ എടുക്കുമ്പോൾ ഇവിടെയാണെങ്കിലും ആ ഒരു മിസ്ഡ് കോള് കാണാൻ പറ്റും. ഞാൻ കോള് കട്ട് ചെയ്തില്ല, എന്നെ വിളിച്ചൊരു വ്യക്തിയാണ് കോള് കട്ട് ചെയ്തത്. സോ അതൊരു മിസ്ഡ് കോളാണ്. ഇവിടെയും ആ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നില്ല, അതേപോലെ ലോക്ക് സ്ക്രീനിലും ആ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഫോൺ ആപ്പ് എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു കോൾ ഹിസ്റ്ററി കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു കോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ മിസ്ഡ് കോള് എൻ്റെ ഈ പറഞ്ഞ ഫോൺ ആപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ നോട്ടിഫിക്കേഷനായിട്ടോ അതേപോലെ നമുക്ക് ലോക്ക് സ്ക്രീനിലോ ഈ പറയുന്ന നോട്ടിഫിക്കേഷനോ ബാക്കി കാര്യങ്ങളോ കാണിക്കുന്നില്ല. സോ അതൊരു മേജർ ബഗ് തന്നെയാണ്. അടുത്ത് വരാൻ പോകുന്ന അപ്ഡേഷനിലെങ്കിലും ഈ ഒരു ബഗ് മാറിയില്ലെങ്കിൽ നമുക്ക് കുറേയധികം കോളുകൾ, ഇമ്പോർട്ടൻ്റ് ആയ കോളുകൾ ഉൾപ്പെടെ നമുക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ബഗ്ഗാണ് ഹോം സ്ക്രീൻ വാൾപേപ്പർ ഡിമ്മിങ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഈ ഒരു വാൾപേപ്പർ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്. ഞാൻ ലോക്ക് സ്ക്രീൻ ജസ്റ്റ് ഒന്ന് പുൾ ഔട്ട് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ചെറുതായിട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഡിമ്മായ ഉണ്ടോ, ബ്രൈറ്റായി ഡിമ്മായി ബ്രൈറ്റായി ഡിമ്മായി ബ്രൈറ്റായി. ആ ഒരു ബഗ് വാൾപേപ്പറിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ലൈറ്റ് മോഡും ഡാർക്ക് മോഡും മാറ്റി നോക്കി ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ഞാൻ ഈ പറയുന്ന ലൈറ്റ് മോഡും ഡാർക്ക് മോഡും മാറ്റാണ്. ഇപ്പോൾ ഡാർക്കിലേക്കാക്കി ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനൊന്നും കൂടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്ക് സ്ക്രീൻ ഒന്ന് വലിക്കുകയാണ്. കണ്ടോ, ആ ഒരു ഡിമ്മിങ് ഇപ്പോഴും എൻ്റെ ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട്.
ഇത് നമ്മുടെ ഈ പറഞ്ഞ ലൈറ്റ് മോഡും ഡാർക്ക് മോഡും ഇട്ടിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊരു പ്രോപ്പർ ബഗ്ഗാണ്. ഇതേപോലെ എന്തെങ്കിലും ഒരു ബഗ് നിങ്ങളുടെ ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എല്ലാവർക്കും ലഭിക്കുന്നതെന്ന്. ടു ബി ഓണസ്റ്റ്, എനിക്കും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നത്. ആപ്പിൾ iOS 18 ഇനി നോക്കാൻ പോകുന്നത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ഒപ്റ്റിമൈസേഷൻ, ബഗ് ഫ്രീ എന്നീ പറഞ്ഞ കാര്യങ്ങൾക്കാണ് മേജർ ഫോക്കസും കൊടുക്കാൻ പോകുന്നത്. കാരണം ഇനി iOS 18 പുതിയ ഫീച്ചേഴ്സ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അതിന് പകരം iOS 26 പുതിയ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ iOS 18 ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി മുതൽ ബഗ് ഫിക്സും ബാക്കി കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു അപ്ഡേഷനിൽ മേജറായിട്ടും ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. പെർഫോമൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് എനിക്ക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മൈക്രോ സ്റ്റട്ടേഴ്സോ അതേപോലെ ക്ലട്ടറിങ്ങോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ എടുത്തു, ഫാസ്റ്റ് ആയിട്ട് ലോഡായുണ്ട്. ക്യാമറ എടുത്തപ്പോഴും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് ലോഡായുണ്ട്. ഇപ്പോൾ ഫോട്ടോസ് എടുത്തു, ഫാസ്റ്റ് ആയിട്ട് ലോഡായി. ഞാൻ കലണ്ടർ എടുത്തു. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടും ഫാസ്റ്റായിട്ടും തന്നെയാണ് ഈ പറഞ്ഞ ആപ്പ് റെസ്പോൺസും ബാക്കി കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെർഫോമൻസിൽ യാതൊരു കോംപ്രമൈസേഷനും ഇപ്പോൾ iOS 18.6 വന്നിട്ടില്ല. ആൻഡ് കുറേ പേര് നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബാറ്ററി പറയുന്നുണ്ട്. എൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബാറ്ററി ഹെൽത്ത് നോർമലാണ്. 98% ആണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഏകദേശം 297 സൈക്കിളാണ് എൻ്റെ ബാറ്ററി ചാർജിങ് കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് എൻ്റെ ബാറ്ററി ചാർജിങ് ലിമിറ്റ് എപ്പോഴും 90 ആണ്. നിങ്ങളും അതേപോലെ 90 ആണെങ്കിൽ മാക്സിമം നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി സൈക്കിൾ ചാർജിൻ്റെ കൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും. എൻ്റെ ബാറ്ററിയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാവും. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 19 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറും 13 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങിനായാലും ബാക്കി കാര്യങ്ങൾക്കായാലും ഈ ഒരു ഡിവൈസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ചോദിക്കുകയാണെങ്കിൽ ഇത്ര നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പോലും എനിക്ക് വലിയൊരു ഹീറ്റിങ്ങോ അതേപോലെ ഡിസ്കംഫോർട്ടോ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തില്ല. ആൻഡ് നിങ്ങൾ ഗെയിമറാണ്, അതേപോലെ ഔട്ട്ഡോർ യൂസേജ് ഉണ്ട്, കുറേ നേരം ക്യാമറ യൂസ് ചെയ്തു എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓൾറെഡി എല്ലാ ഫോണും യൂഷ്വലി ചൂടാവാറുണ്ട്. അങ്ങനെയല്ലാതെ റെഗുലറായിട്ട് നിങ്ങൾ വെറുതെ ഫോൺ എവിടെയെങ്കിലും വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ യൂട്യൂബ് കാണുക അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ ചൂടാവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബഗ്, അല്ലെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ എത്രയും വേഗം സർവീസ് സെൻറ്ററിൽ കാണിക്കുക. അല്ലാതെ ഗെയിം കളിച്ചു ചൂടായി അത് നോർമലാണ്, നന്നായിട്ട് ക്യാമറ യൂസ് ചെയ്തു അത് നോർമലാണ്, അതോടൊപ്പം ഔട്ട്ഡോർ കുറേ നേരം യൂസ് ചെയ്തു അങ്ങനെ ഈ പറഞ്ഞ ഡിവൈസ് ചൂടായി, ഈ പറഞ്ഞ 3 സിനാരിയോസും യൂഷ്വലി നമ്മുടെ ഡിവൈസ് മാത്രമല്ല എല്ലാ ഹാൻഡ്സെറ്റും ചൂടാവുന്ന ഒരു സിനാരിയോ ആണ്. സോ അത് കണക്കിലെടുക്കാതെ ബാക്കി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ യൂഷ്വലി ചെയ്യുന്ന നിങ്ങളുടെ ബ്രൗസിങ്, മ്യൂസിക് ഹിയറിംഗ് ഇതൊക്കെ ചെയ്യുമ്പോഴും ചൂടാവുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. സോ ഇതൊക്കെ നമ്മുടെ iOS 18.6 വന്ന പുതിയ മാറ്റങ്ങളും പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റും ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Jebin Sevia signing from Evika.